ജസ്റ്റ് മിസ്സിന് ഞാൻ തീരാ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹായ്. അപ്പോൾ സംഭവം ഒരു 1.5 വർഷം മുമ്പാണ്. ഞാൻ ജോലിയും കൂലിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ലൈഫിൽ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ജിമ്മിൽ പോവുക, ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുക, ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യുക, ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒറ്റയ്ക്ക് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കുമാണ് എനിക്ക് ഇൻക്ലൈൻ ബെഞ്ചിൽ ബാർബൽ പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ ഇൻക്ലൈൻ ബെഞ്ചിൽ ബാർബൽ എടുത്ത് ലോഡ് ചെയ്യാൻ തുടങ്ങി. യൂഷ്വലി 60 ഒക്കെയാണ് എൻ്റെ മാക്സിമം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു PR തന്നെ ആയിക്കോളാം എന്ന് വിചാരിച്ചിട്ട് ഒരു 70 ഒക്കെ അങ്ങോട്ട് ലോഡ് ചെയ്ത് അത് എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി പണി ചെറുതായിട്ട് പാളി. 60 പോലെ അത്ര ഈസി ആയിട്ട് ഇത് നീങ്ങുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫുൾ റെപ്സ് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, എൽബോ ചെസ്റ്റിൻ്റെ പാരലിൽ എത്തുന്നവരെങ്കിലും നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വെയിറ്റ് എടുക്കാൻ തുടങ്ങുന്നത്. സംഭവം നമ്മൾ പുതിയതായിട്ടൊരു വെയിറ്റ് ട്രൈ ചെയ്യുമ്പോഴേക്കും അത് നിർത്തേണ്ട പോയിന്റ് എത്തിയിട്ടും ഒരു റെപ്പ് കൂടെ എടുക്കാനുള്ള എൻ്റെ ഒടുക്കത്തെ ആർത്തി കാരണം ഞാനതങ്ങ് എടുത്തിട്ട് എന്താ താഴോട്ട് പോയ ബാർബൽ തിരിച്ച് മുകളിലോട്ട് കയറുന്നില്ല. ഞാൻ ട്രാപ്പായെന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും എൻ്റെ മൈൻഡിൽ ഓക്കെ വയറിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ റിസ്ക് കുറയുമെന്ന് മനസ്സിലായിട്ട് ഞാൻ വയറിലോട്ട് ഇറക്കി. പക്ഷേ ഇൻക്ലൈൻ ബെഞ്ചിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ഇങ്ങനത്തെ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ലോക്ക് ആവും. നമുക്ക് ഈ ഫ്ലാറ്റ് ബെഞ്ച് പോലെ പിന്നെ അതിനെ ഉരുട്ടിത്തള്ളി നീക്കി എണീക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞാൻ പെട്ടു. ഇവിടെ കിടന്നാണ് ചാവാൻ പോകുന്നതെന്ന് മനസ്സിലായപ്പോഴേക്കുമാണ് ദൈവദൂതനെ പോലെ ഒരു അണ്ണൻ ഓടി വന്ന് എൻ്റെ ഈ ബാർബൽ എൻ്റെ ദേഹത്തുനിന്ന് മാറ്റി രക്ഷപ്പെടുത്തി. ഞാൻ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് എല്ലാം സെറ്റ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന ഒരു 14 വീഡിയോസിലും എൻ്റെ യൂട്യൂബിൽ കിടക്കുന്ന 26 വീഡിയോസിലും ഒന്നിൽ പോലും നിങ്ങൾക്ക് ഞാൻ ബാർബൽ ബെഞ്ച് പ്രസ് ഒറ്റയ്ക്ക് ചെയ്യുന്നത് കാണാൻ പറ്റില്ല. അതിൻ്റെ റീസണാണ് ഇത്. എല്ലാ തവണയും നമ്മളെ രക്ഷിക്കാനായിട്ട് ഇതുപോലെ അണ്ണന്മാരുണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. പിന്നെ ഈ വെയിറ്റഡ് ബാർബൽ നമ്മുടെ വയറിലോട്ട് വീണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചത്തൊന്നും പോകില്ല. പക്ഷേ നേരെ ഉരുണ്ട് താഴോട്ട് പോയിരുന്നെങ്കിൽ എൻ്റെ എന്തൊക്കെ അടിച്ചു പോകുമായിരുന്നു ആർക്കറിയാം. അതുകൊണ്ട് സ്റ്റേ സേഫ്.